ആ ജില്ലകളുടെ തലയ്ക്ക് മുകളിലിരിക്കുന്നത് ഒരു ജലബോംബാണ്. ആ ബോംബ് എപ്പോഴും വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. 1924 അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. മൂന്നാർ ടൗൺ മുഴുവൻ ഒലിച്ചുപോയി. അവിടെ പണ്ട് റെയിൽവേ ലൈനൊക്കെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇട്ട റെയിൽവേ ലൈനും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്റ്റേഷനും റെയിൽവേ ലൈനും അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറികളും പിന്നീട് മരത്തിൻ്റെ ഫാക്ടറികളും ഒക്കെ ഒലിച്ച് താഴോട്ട് പോയി. അതിൽ ആ കാലഘട്ടത്തിൽ ആൾക്കാർ പറഞ്ഞത് ആലുവ പെരിയാറിലൂടെ ആനകൾ ഒലിച്ചുപോയി എന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1978-79 ഒരു റിപ്പോർട്ട് എടുത്ത് വായിച്ചപ്പോൾ 3 ലക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും, ഇടുക്കി ഡാം കൂടെ നമ്മൾ കണക്കിലെടുത്താൽ 3 ജില്ലകൾ വാഷ് ഓഫായി പോകുമെന്നുള്ളതാണ് അവസാനം ഒരു പത്രത്തിൽ വന്ന റിപ്പോർട്ട്. ഈ മലവെള്ളം കുതിച്ചെത്തുകയാണെങ്കിൽ ആ കുതിച്ചെത്തുന്ന മലവെള്ളത്തിൻ്റെ ഒഴുക്കിനെ പോലും തടസ്സപ്പെടുത്തേണ്ടത് ഡാമാണ്. വെള്ളത്തിൻ്റെ സമ്മർദ്ദവും ഈ കുതിച്ചെത്തുന്ന ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ പ്രഷറും കൂടെ താങ്ങാൻ ഒരു പഴയ ഡാമിനെ സംബന്ധിച്ചിടത്തോളം കഴിവ് വളരെ കുറവായിരിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കേരളം ഉയർത്തിയത്. വിഷയത്തിൽ തമിഴ്നാടിനെ ഔദ്യോഗികമായി പ്രതിഷേധം അറിയിക്കുമെന്നും ആവശ്യമായാൽ കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള നടപടികൾ പരിഗണിക്കുമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡാമിന്റെ സുരക്ഷയാണ് കേരളത്തിന്റെ പ്രധാന ആശങ്കയെന്നും 142 അടി എന്ന നിലപാടിൽ മാറ്റമില്ല എന്നുകൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. 131 വർഷത്തെ കാലപ്പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഗൗരവമായി നിലനിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന 142 അടിയുടെ മുകളിലേക്ക് ജലനിരപ്പ് ഉയർത്താൻ ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും അവകാശമില്ല. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നതാണ് കേരളത്തിന്റെ അടിസ്ഥാനപരമായ നിലപാട്. കേരള ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാനും തമിഴ്നാടിന് ആവശ്യമായ ജലം ലഭ്യമാക്കാനും കഴിയുന്ന വിധത്തിൽ ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ ഒരു നിലപാടാണ് കേരളം മുന്നോട്ട് വച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നോടൊപ്പം റിട്ടയർഡ് ഹൈഡ്രോഗ്രാഫർ സതീഷ് ഗോപി സാറാണുള്ളത്. സാർ സ്വാഗതം. സാർ, നമുക്ക് വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഹൈഡ്രോഗ്രാഫർ എന്നാൽ എന്താണ് എന്ന് നമ്മുടെ പ്രേക്ഷകർക്കായി ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാമോ? ഹൈഡ്രോഗ്രാഫർ എന്ന ആ ഡെസിഗ്നേഷൻ്റെ അർത്ഥം മലയാളത്തിൽ ജലപര്യവേക്ഷകൻ എന്നാണ്. അതായത് ഇപ്പോൾ കടലിൽ, സമുദ്രത്തിൽ, അല്ലെങ്കിൽ ഒരു നദിയിൽ, ഒരു തടാകത്തിൽ എത്ര ആഴമുണ്ട്, ആ തടാകത്തിൻ്റെ അടിഭാഗം എന്താണ്, കല്ലാണോ മണ്ണാണോ ചെളിയാണോ, അത് എത്ര ഒഴുക്കിലും ആ ഡെപ്ത് നിലനിർത്തുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ നാവിഗേഷന് വേണ്ടിയിട്ടും ഡ്രഡ്ജിങ്ങിന് വേണ്ടിയിട്ടും ബാക്കി എന്തെങ്കിലും പിന്നീട് എന്താ പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വർക്കുകൾ നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ടും ഓഫ് ഷോർ വർക്കുകൾ നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ടും അത് കണ്ടെത്തി നാവിഗേഷണൽ ചാർട്ട് അല്ലെങ്കിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ ചാർട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡാണ് ഹൈഡ്രോഗ്രാഫി. ആ ഹൈഡ്രോഗ്രാഫിയിൽ വർക്ക് ചെയ്യുന്ന ആളിനെയാണ് ഹൈഡ്രോഗ്രാഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡാണ്. വളരെ കുറച്ച് ആൾക്കാരെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ വിഴിഞ്ഞത്ത് തന്നെ കപ്പൽ അടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈഡ്രോഗ്രാഫർ ഒരു ഹൈഡ്രോഗ്രാഫിക് സർവേ ചാർട്ട് തയ്യാറാക്കി ആ ചാർട്ട് പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കും. ആ പ്രസിദ്ധീകരിച്ച നാവിഗേഷണൽ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കപ്പൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിലെ അകത്തേക്ക് വരുന്നത്. അതനുസരിച്ചിട്ടാണ് അതിന് ബോയ ഇട്ട് കൊടുക്കുന്നത്. കപ്പൽ വരുമ്പോൾ ആഴക്കുറവുണ്ടെങ്കിൽ ആ ആഴക്കുറവ് കണ്ടെത്തി എത്ര ഡ്രഡ്ജ് ചെയ്യണം, എങ്ങനെ ഡ്രഡ്ജ് ചെയ്യണം, എവിടെ മണ്ണ് നിക്ഷേപിക്കണം, ഇതെല്ലാം പറയുന്നത് ഹൈഡ്രോഗ്രാഫറാണ്. ഓക്കെ സാർ, ഓക്കെ. എന്തായാലും പ്രേക്ഷകർക്ക് ഈ ഹൈഡ്രോഗ്രാഫർ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി കാണും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. സാർ, ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പക്ഷേ ആളുകൾക്ക് എപ്പോഴും ആശങ്കയുള്ളത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്ന കാര്യത്തെക്കുറിച്ചാണ്. ശരിക്കും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്ന ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്ന് സിവിൽ എഞ്ചിനീയർ കൂടിയായ എന്നോട് ചോദിച്ചാൽ എൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. അത് പൊട്ടിയേക്കാം. ഇന്നോ നാളെയോ എപ്പോഴോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ വ്യക്തതയില്ലാതെയുള്ളൂ. 141 വർഷമായി ആ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ട് 1895 ആ ഡാം കമ്മീഷൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായെന്ന് ചോദിച്ചാൽ ഏകദേശം 141 വർഷമായി. ഈ 141 വർഷം അത് മുല്ലപ്പെരിയാർ ഡാം അവിടെ സ്ഥിതി ചെയ്യുന്നത് തന്നെ സിവിൽ എഞ്ചിനീയറിങ്ങിന് ഒരു അതിശയമാണ്. അതായത് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാമിനൊരു ആയുസ് പറയും.
സിവിൽ എഞ്ചിനീയറിംഗ് പ്രകാരം ഒരു ആയുസ് പറയും. ആ ആയുസ് സാധാരണ ഇതുപോലെയുള്ള സുർക്കി ഡാമിന് 70 കൊല്ലം അല്ലെങ്കിൽ 80 കൊല്ലം, അത് മാത്രമാണ് പറയുന്നത്. പിന്നെ എന്തെന്ന് വെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം, അതിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം ഡാം പുതുക്കി പണിയണം. ഡാമിനെ പിന്നീട് റിപ്പയറുകൾ, മെയിൻ്റനൻസുകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കില്ല. അങ്ങനെ പോകാനൊക്കും, പക്ഷേ ഇവിടെ കാലാവസ്ഥയും ബാക്കിയുള്ള ഘടകങ്ങളും എല്ലാം നേരെ വിപരീതമാകുമ്പോൾ അപകടം മണത്തുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഈ കാര്യം ചെയ്യേണ്ടതാണ്. ഇത് മാത്രമേ ഉള്ളൂ. ആ ഡാം അവിടെ നിലനിൽക്കുന്നത് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് മാത്രം പറയാം. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ സാറേ, ഇപ്പോഴത്തെ ഈ മഴയുടെ ഒരു അവസ്ഥയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കാലാവസ്ഥയിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പൊടുന്നനെ മേഘവിസ്ഫോടനം പോലെയുള്ള മഴ പെയ്യുന്നു. കുറഞ്ഞ സമയത്തിലാണ് കൂടുതൽ വെള്ളം ഒഴുകിയെത്തുന്നത്. വെള്ളം ആർത്തുലച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന ഒരു ഭീതി നമുക്ക് കേരളത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മുല്ലപ്പെരിയാറിൽ വലിയൊരു ആശങ്ക വേണോ? തീർച്ചയായിട്ടും ആശങ്ക വേണം. കാരണം കേരളത്തിൻ്റെ 5-6 ഡിസ്ട്രിക്റ്റിനെ, ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ആ ജില്ലകളുടെ തലയ്ക്ക് മുകളിലിരിക്കുന്നത് ഒരു ജലബോംബാണ്. ആ ബോംബ് എപ്പോഴും വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. പറഞ്ഞത് വളരെ ശരിയാണ്, ജമീഷ് പറഞ്ഞത് വളരെ ശരിയാണ്. 2008 ശേഷം കാലാവസ്ഥയിൽ വളരെ വ്യതിയാനമുണ്ടായിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഈ മേഘവിസ്ഫോടനം പോലത്തെ രൂക്ഷമെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല, വളരെ കൂടുതൽ മഴ, വളരെ ശക്തമായ മഴ ഒരു ചെറിയ പീരീഡിൽ, അതായത് സമയത്തിനുള്ളിൽ പെയ്തൊഴിയുന്നു. അങ്ങനെ വരുമ്പോൾ 30 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ വരെ മഴ 1 മണിക്കൂറിനും 2 മണിക്കൂറിനും ഇടയ്ക്ക് പെയ്യുന്നതാണ് ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. ആ മേഘവിസ്ഫോടനം മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് മുല്ലപ്പെരിയാറിന് താങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ താങ്ങാൻ പറ്റില്ല എന്നേ ഉത്തരം പറയാനാവൂ ഇന്നത്തെ സാഹചര്യത്തിൽ. അങ്ങനെ ഉണ്ടായ കാലഘട്ടമാണ് 1924 അങ്ങനെ ഒരു വളരെ അതിരൂക്ഷമായ മഴ അവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1924 അതിൻ്റെ എല്ലാ സ്പിൽവേയും ഷട്ടറും തുറന്നു വിട്ടിരുന്നു. അങ്ങനെ വിട്ടപ്പോൾ ഏകദേശം 88,000 ക്യൂസെക് വെള്ളം അതിലൂടെ ഒഴുകിയെന്നും അത് അന്നത്തെ ആലുവ പട്ടണത്തെ മൊത്തം വാഷ് ഓഫ് ചെയ്ത് പോയി എന്നുമാണ് ചരിത്രം പറയുന്നത്. എത്രയോ ആൾക്കാർ മരിച്ചു. ആലുവ പട്ടണത്തിലെ അന്നത്തെ ആൾക്കാർ കാട്ടാന ഈ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നതായിട്ട് കണ്ടു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഇതുപോലെ പത്രമാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഒന്നും ഇത്രയും മുന്നോട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ട് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമാണ്. പറഞ്ഞു കേട്ടുള്ള അറിവുകളും അന്നത്തെ പത്രങ്ങളിൽ അറിഞ്ഞു കേട്ട് ഇട്ട വാർത്തകളും മാത്രമേ ഉള്ളൂ. ഈ സ്ഥലത്ത് പോയി ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിച്ച വാർത്തകൾ പോലും അപൂർവമാണ്. നമ്മൾ ആർക്കൈവ്സിലൊന്നും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും ഇല്ല, ലിമിറ്റഡാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യമാണെങ്കിൽ ഇന്നത്തെ ഇപ്പോൾ 2026 നമ്മൾ സംസാരിക്കുന്നു. ഒരു ചെറിയ ഇൻസിഡൻ്റ് ഉണ്ടെങ്കിലും അതിനെ സംബന്ധിച്ച് എന്തുമാത്രം വാർത്തകളാണ് വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മഴ, കാലാവസ്ഥാ വ്യതിയാനം ഈ ഡാമിനെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഈ ഡാം ശക്തമല്ല. ഈ ഡാം ഉണ്ടാക്കിയിരിക്കുന്ന സുർക്കി മോട്ടറും കരിങ്കല്ലും ഉപയോഗിച്ചുകൊണ്ട് ഒരു റബിൾ സുർക്കി ഡാമെന്നേ ഇതിന് പറയാനൊക്കെ ഉള്ളൂ. നമ്മുടെ വിദേശത്തൊക്കെ ഇതേപോലത്തെ ഡാം നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ അവയെല്ലാം അതിൻ്റെ കാലഹരണപ്പെട്ട ശേഷം, അതിൻ്റെ പീരീഡ് കഴിഞ്ഞതിന് ശേഷം അവയെല്ലാം പുതുക്കി നിർമ്മിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ വരെ നിർമ്മിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഇതേപോലൊരു ഡാം തകർന്നിട്ടുമുണ്ട്. അതും കൂടെ അടിവരയിട്ട് വലിയൊരു എർത്തേൺ ഡാം. ആ എർത്തേൺ ഡാമിൻ്റെ കുറേ പോർഷൻ സുർക്കി മോട്ടോർ ഉപയോഗിച്ച് ബലപ്പെടുത്തിയിരുന്നു. ആ ഡാം തകർന്നിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാർ, ഈ അമേരിക്കയിലെ ഡാം തകർന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് എത്ര വർഷം പഴക്കമുള്ള ഡാമായിരുന്നു? അത് ഏകദേശം 80 വർഷത്തോളം പഴക്കമുള്ള ഒരു ഡാമാണ് അവിടെ തകർന്നത്. തകരാൻ ഇതേപോലെ പ്രസിപ്പിറ്റേഷൻ വളരെ കൂടുതലായിരുന്നു, മഴവെള്ളം ഒഴുകിയെത്തുന്നത് കൂടുതലായിരുന്നു. പെട്ടെന്ന് ഡാം തകർന്നു. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഡാം അപകടമെന്ന് പറയുന്നത് ഗുജറാത്തിൽ 1978 തകർന്ന മോർബി എന്ന് പറയുന്ന പട്ടണത്തിനടുത്തുള്ള ഒരു ചെറിയ എർത്തേൺ ഡാമായിരുന്നു. ആ എർത്തേൺ ഡാം അന്ന് തകർന്നപ്പോൾ ഈ മോർബി പട്ടണത്തിലുള്ള ഏകദേശം 30,000 പേരോളം മരിച്ചു അല്ലെങ്കിൽ കാണാതെയായി എന്നുള്ളതാണ് അനൗദ്യോഗികമായി വന്ന റിപ്പോർട്ടുകൾ.
അന്നും ഈ പറഞ്ഞതുപോലെ നവമാധ്യമങ്ങളൊന്നും ശക്തമായിരുന്നില്ല. പക്ഷേ ആ പട്ടണം അപ്പാടെ ഒലിച്ചുപോയി എന്നാണ് നമുക്ക് അന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്ത. ഓക്കെ സാർ, ഇവിടെ 1924 കേരളത്തിലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അമേരിക്കയിൽ ഡാം പൊട്ടിയതിനും ഗുജറാത്തിലെ ഡാം പൊട്ടിയപ്പോഴുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായി സൂചിപ്പിച്ചു. രണ്ടായാലും ഡാം പൊട്ടുമെന്നുറപ്പാണ്. ഇവിടെ 141 വർഷത്തെ പഴക്കമുണ്ട്. ശരിക്കും ഒരു ഡാമിന് എത്രയാണ് ആയുസ്? ഒരു ഡാമിന് എത്ര ആയുസ് എന്ന് കൃത്യമായി നമുക്ക് നിർവചിക്കാൻ കൃത്യമായി ഒരു ഫിഗർ പറയാൻ സാധിക്കില്ല. പക്ഷേ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പഠിച്ചിട്ടുള്ള ആളെന്നൊരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സുർക്കി മോട്ടർ എന്ന് പറയുന്നത് സിമൻറ്റ് മോട്ടറിനേക്കാളും പവർ കുറഞ്ഞതാണ്, ബലം കുറഞ്ഞതാണ്. സിമൻറ്റ് മോട്ടർ ഉപയോഗിച്ചുകൊണ്ട്, സിമൻറ്റ് കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കോൺക്രീറ്റ് ഡാം, നമ്മളെ ഇടുക്കി പോലത്തെ ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്, ആർച്ച് ഡാം പോലെ വളരെ പവർഫുൾ ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും സിമൻ്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ്. ആ കെമിക്കൽ കോമ്പൗണ്ട് അതിൽ വെള്ളം ഒഴിച്ച് അതിൽ ഹൈഡ്രേഷൻ വന്നതിന് ശേഷം അതിന് ചുറ്റുമുള്ള മെറ്റീരിയലിനെയൊക്കെ അതിന് ഒരുമിച്ച് ഒറ്റ മാസ്സായിട്ട്, ഹോമോജീനിയസ് മാസ്സായിട്ട് അതിനെ ബലപ്പെടുത്താനുള്ള കഴിവ് സിമൻ്റ് എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ടിനുണ്ട്. ആ കെമിക്കൽ കോമ്പൗണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഒരു പശ പോലെ ആ കല്ലിനെയും മണ്ണിനെയും എല്ലാം ചേർത്ത് ബൈൻഡ് ചെയ്ത് നിർത്തുന്നത്. പക്ഷേ ഈ ബൈൻഡിങ് പവർ 70 വർഷത്തോളം അടുക്കുമ്പോൾ ഈ ബൈൻഡിങ് പവർ ഡിക്രീസ് ചെയ്തിട്ട് സിമൻറ്റും ഈ മണലുകളും എല്ലാം തൊഴിഞ്ഞ് വീണ് തുടങ്ങും. അത്രയും അതിന് ശക്തിയുള്ളൂ. അതുകൊണ്ട് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ, ഒരു വലിയൊരു കെട്ടിടം, ഒരു 14 നില കെട്ടിടം അല്ലെങ്കിൽ 20 നില കെട്ടിടം കൺസ്ട്രക്ട് ചെയ്താൽ അത് എത്ര കൊല്ലം നിൽക്കുമെന്ന് ചോദിച്ചാൽ സിവിൽ എഞ്ചിനീയറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 70 കൊല്ലം മുതൽ 100 കൊല്ലം വരെ ആയുസുള്ളൂ. അത് 50 കൊല്ലം തൊട്ട് തുടങ്ങും. സാധാരണ ഒരു കെട്ടിടം, ഒരു ലോഡ് ബെയറിംഗ് കെട്ടിടം പിന്നീട് എത്ര കാലം നിൽക്കുമെന്ന് ചോദിച്ചാൽ ഒരു 50 കൊല്ലം മുതൽ 70 കൊല്ലം വരെ ആയുസ് പറയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ അതിന് ബലക്ഷയം വന്നു, പിന്നെ ആ കെട്ടിടം പൊളിച്ച് വേറെ കെട്ടിടം പണിയണം. അതേപോലെ തന്നെ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്താൽ അതിന് 10-20 വർഷം കഴിയുമ്പോൾ പിന്നെ റൂട്ടിംഗ് മെയിൻ്റനൻസ് തുടങ്ങും. ആ മെയിൻ്റനൻസ് നടത്തി ഇതിൻ്റെ ആയുസ് ഒരല്പം നീട്ടിക്കൊണ്ട് പോകാമെന്നുള്ളതല്ലാതെ ഈ ഡാമിൻ്റെ ബലം പഴയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ എല്ലാ ഡാമുകളും 100 വർഷത്തോളം നിൽക്കും. അതിന് പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് നടത്തി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളത്തിൽ, അത് നിർത്താവുന്നുള്ള വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരും. കാരണം ഈ വെള്ളത്തിൻ്റെ സമ്മർദ്ദം മുഴുവൻ താങ്ങി നിർത്തുന്നത് ഡാം എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ആ ഡാം അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ വരുന്ന റിസർവോയറിലെ വെള്ളം മുഴുവൻ അത് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഡാമിൽ ആ വരുന്ന പ്രഷർ എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രഷറാണ്. അപ്പോൾ നേരത്തെ ജമീഷ് ചോദിച്ചതുപോലെ ഒരു മേഘവിസ്ഫോടനം നടന്ന് ഇതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്നും ഈ മലവെള്ളം കുതിച്ചെത്തുകയാണെങ്കിൽ ആ കുതിച്ചെത്തുന്ന മലവെള്ളത്തിൻ്റെ ഒഴുക്കിനെ പോലും തടസ്സപ്പെടുത്തേണ്ടത് ഡാമാണ്. വെള്ളത്തിൻ്റെ സമ്മർദ്ദവും ഈ കുതിച്ചെത്തുന്ന ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ പ്രഷറും കൂടെ താങ്ങാൻ ഒരു പഴയ ഡാമിനെ സംബന്ധിച്ചിടത്തോളം കഴിവ് വളരെ കുറവായിരിക്കും. അത് നിർമ്മിക്കുന്ന സമയത്ത് എത്രമാത്രം പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നോ അതിൻ്റെ പകുതിയിൽ താഴെ പ്രഷർ മാത്രമേ അതിൻ്റെ കാലം കഴിഞ്ഞാൽ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അതൊക്കെ പുതുക്കി പണിയണം എന്ന് പറയുന്നത്. സാർ, ഒരു ഡാമിൻ്റെ പരമാവധി ആയുസ് എത്രയെന്ന് സാറ് കൃത്യമായി സൂചിപ്പിച്ചു. നിർമ്മാണം ഒരു 100 വർഷം വരെ മാക്സിമം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ തമിഴ്നാട് ഇപ്പോഴും ഉന്നയിക്കുന്നത് 152 അടി ആക്കണം ജലനിരപ്പ് എന്നാണ് മുല്ലപ്പെരിയാറിലേത്. നമ്മളിവിടെ ഇത് പൊട്ടുമോ എന്ന് ആശങ്കപ്പെടുമ്പോഴാണ് മുല്ലപ്പെരിയാറിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ജലനിരപ്പ് ഉയർത്താൻ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്കൊരു ഭീതിയില്ലാത്തത്, അല്ലെങ്കിൽ ഭയപ്പെടേണ്ട എന്ന് നമുക്ക് ഉറപ്പിക്കാൻ ആകാത്തതും എന്തുകൊണ്ടാണ്? വളരെ രസകരമായ ഒരു ചോദ്യമാണ്. രസകരമായതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ഡാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഡാം 2 ടൈപ്പിലുള്ള ഡാംസ് ഉണ്ട്. ഒന്ന് ഗ്രാവിറ്റി ഡാം എന്ന് പറയും. ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൽഫ് വെയിറ്റ് കൊണ്ട്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ ഭാരം കൊണ്ട് അത് വെള്ളത്തിൻ്റെ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നു, അല്ലെങ്കിൽ വെള്ളത്തിനെ തടുത്തു നിർത്തുന്നു. രണ്ടാമത്തത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റിൽ നമ്മൾ ഒരു ഡാം ഉണ്ടാക്കുകയാണെങ്കിൽ ആ കോൺക്രീറ്റിലെ ഡാം RCCയിൽ, അതായത് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, റീറ്റൈനിങ് വാൾ പോലെ വലിയൊരു റീറ്റൈനിങ് വാളിൻ്റെ ഷേപ്പിലൊരു ഡാം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഡാമിൻ്റെ ബലം എന്ന് പറഞ്ഞാൽ ആ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്താണ്.
ആ കോൺക്രീറ്റിന് സെൽഫ് വെയിറ്റ് മാത്രം കൊണ്ടല്ല, ഇത് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കൊണ്ടാണ് ആ ഡാമിൽ അതിലെ വെള്ളം അത് പിടിച്ചു നിർത്താൻ ആ ഡാമിന് കഴിയുന്നത്. ഇതിൽ ഗ്രാവിറ്റി ഡാമാണ് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാം. അതിലുപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ സെൽഫ് വെയിറ്റ് കൊണ്ട്, അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ഭാരം കൊണ്ട് അത് വരുന്ന വെള്ളത്തിൻ്റെ സമ്മർദ്ദത്തെ താങ്ങി നിർത്തുന്നു. അപ്പം മറ്റൊരു കാര്യം, ഈ ഡാമിൻ്റെ പ്രത്യേകത കൂടെ നമ്മൾ നോക്കണം. ഡാം ഏകദേശം 1200 അടി നീളം, എന്നിട്ട് പരമാവധി ഉയരമെന്ന് പറയുന്നത് 176 അടി. ആ ഫ്രീ ബോർഡ് എന്ന് പറയും, മുകളിൽ ഏറ്റവും മാക്സിമം റിസർവോയർ ലെവൽ FRL എന്ന് പറയും, ഫുൾ റിസർവോയർ ലെവൽ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫ്രീ ബോർഡുണ്ട്, പിന്നെയും കുറച്ച് സ്ഥലം വിട്ടാക്കണം നിയമപരമായിട്ട്. നമ്മുടെ ഡിസൈൻ ആസ്പെക്റ്റിൽ, സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് പ്രകാരം കുറച്ച് ഫ്രീ ബോർഡ് വിട്ടാക്കണം. ആ ഫ്രീ ബോർഡും കൂടെ ചേർത്തിട്ട് 176 അടി പൊക്കമേ ഉള്ളൂ. ഇവിടെ FRL എന്ന് പറയുന്നത് ഫുൾ റിസർവോയർ ലെവൽ. ഈ ഡാം ഉണ്ടാക്കിയ കാലത്ത് FRL എന്ന് പറയുന്നത് 152 അടിയാണ്. ഇപ്പം തമിഴ്നാട് ആവശ്യപ്പെടുന്നതാണ് FRL ലെവലിലോട്ട് ഉയർത്തണം. നമ്മുടെ കോൺക്രീറ്റ് ഡാമായ RCC ആർച്ച് ഡാമായ ഇടുക്കിയിൽ പോലും FRL ലെവലിലോട്ട് ഉയർത്താൻ നമ്മൾ ശ്രമിക്കാറില്ല, അതിൽ നിന്ന് താഴ്ത്തിയേ നിർത്തുള്ളൂ. അത് വളരെ റിസ്ക്കിയാണ്. അപ്പോൾ ഇത്രയും ബലക്ഷയം വന്ന, ഇത്രയും കാലപ്പഴക്കം വന്ന 141 വർഷം കഴിഞ്ഞ ഇവിടുത്തെ എല്ലാ പേരും ഇതിന് ബലക്ഷയമുണ്ട് എന്ന് കൽപ്പിച്ച ഈ ഡാമിൽ 152 അടി പൊക്കത്തിൽ വെള്ളം നിർത്തണമെന്ന് തമിഴ്നാട് സർക്കാർ വാദിക്കുമ്പോൾ അവർക്കതിന് രാഷ്ട്രീയ നേട്ടങ്ങളുണ്ടാവാം. വാദിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ വോട്ട് ബാങ്കായിരിക്കും അവരുദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ അപകടം മുഴുവൻ താങ്ങേണ്ടതാരാണ്? കേരളത്തിലെ ജനങ്ങളാണ്. കേരളത്തിനാണ് അതിൻ്റെ ആഘാതം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്, ആ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഈ ഗ്രാവിറ്റി ഡാമിൻ്റെ, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിഭാഗം 140 അടി വീതിയും ഡാമിൻ്റെ മുകൾ ഭാഗം, ഡാമിനെ ക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ പറയുകയാണ്, അതിൻ്റെ ക്രോസ് സെക്ഷനിൽ താഴെ 140 അടി വീതിയും ഡാമിൻ്റെ മുകൾ ഭാഗത്ത് 20 അടി വീതിയുമാണ്. ഡാമിൻ്റെ പൊക്കം എന്ന് പറയുന്നത് ഫ്രീ ബോർഡും കൂടെ ചേർത്തിട്ട് 176 അടി പൊക്കമാണ്. ഈ 176 അടി പൊക്കമുള്ള ഈ ഡാമിലാണ് 135 അടിയിൽ കൂടുതൽ വെള്ളം ഇതിൽ സംഭരിക്കരുത് എന്ന് IIT റൂർക്കി 1980കളിൽ റിപ്പോർട്ട് നൽകിയത്. നമ്മൾ മനസ്സിലാക്കണം. അതിനെ 142 അടിയിലോട്ട് പല ഇതിൽ ഗ്രൗട്ടിങ് നടത്തി ഡാമിനെ ബലപ്പെടുത്തി എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് 142 അടിയിലേക്ക് ഉയർത്തി. സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചിട്ട്, അതുപോലെ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഒപ്പീനിയൻ എടുത്തുകൊണ്ടൊക്കെ 142 അടിയിലേക്ക് ഉയർത്തി. ആ 142 അടി ഉയർത്തിയപ്പോഴും കേരള സർക്കാർ ഉറച്ചു നിന്നു. 136 അടിയിൽ കൂടുതൽ വെള്ളം ഇതിൽ നിറയ്ക്കരുത്, അപകടമാണ്, ഇത് നമുക്ക് അപകടമാണ് എന്ന് അവർ ഉറച്ചു നിന്നു. അത് മാത്രമല്ല, ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഒരു എർത്ത് ക്വാക്ക് പ്രോൺഡ് ഏരിയ, അതായത് ഭൂമി കുലുക്കമുണ്ടാകാവുന്ന ഏരിയയിലാണ്. അതിന് സാധ്യതയുള്ള അതിലോല പ്രദേശത്താണ് ഈ ഡാം നിലനിൽക്കുന്നത്. എർത്ത് ക്വാക്ക് പ്രോൺഡ് ഏരിയ എന്ന് പറയും. ആ ഏരിയയിൽ ഇതുപോലെ കുറേയേറെ ട്രമറുകൾ, ചെറിയ ചെറിയ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ IIT റൂർക്കിയുടെയും IIT ഡൽഹിയുടെയും റിപ്പോർട്ട് പ്രകാരം റിക്ടർ സ്കെയിലിൽ 6-ൽ കൂടുതൽ ഒരു ഭൂകമ്പം ആ മേഖലയിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് താങ്ങാനുള്ള ശേഷി മുല്ലപ്പെരിയാറിനില്ല എന്ന് 80കളിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഡാം കൺസ്ട്രക്ട് ചെയ്ത് ഏകദേശം 85 വർഷമായപ്പോൾ തന്നെ, വയസ്സായപ്പോൾ തന്നെ IITയിലെ വിദഗ്ധർ വന്ന് ഈ മേഖലയിൽ സ്റ്റഡി നടത്തി അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അതിലാണ് 135 അടിയിൽ കൂടുതൽ. അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, 135 അടിയിൽ തന്നെ സ്ഥിരമായിട്ട് വെള്ളം നിലനിർത്തുന്നത് പോലും ഡാമിന് ഭീഷണിയാണ്. ആ റിപ്പോർട്ട് കൊടുത്തിട്ട് എത്ര വർഷമായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. 2026 2026 ആകുമ്പോൾ 26 10 36 41 വർഷം കഴിഞ്ഞു. ഈ 41 വർഷം എന്ന് പറയുന്നത് സാധാരണ ഒരു ഡാമിൻ്റെ പകുതി ആയുസിൽ കൂടുതൽ ഉള്ള ഭാഗമാണ്. അപ്പോൾ നമ്മളിന്ന് കേരളീയർ നമ്മൾ എവിടെ ചെന്നെത്തി നിൽക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മുടെ സുരക്ഷ
നമ്മുടെ പിന്നീട് ഈ നാലഞ്ച് ഡിസ്ട്രിക്റ്റിൻ്റെ ഭാവിയെല്ലാം എവിടെ ചെന്നെത്തി നിൽക്കുന്നു? ഇതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. സാർ, നമുക്ക് മുല്ലപ്പെരിയാറിൻ്റെ ചരിത്രത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നമുക്കൊരു ചരിത്രം പരമാവധി കൂടുതൽ സമയമുള്ളതുകൊണ്ട് അടുത്ത എപ്പിസോഡാക്കി ചർച്ച ചെയ്യാമെന്നാണ് കരുതുന്നത്. അതിനു മുൻപ് ഈ എപ്പിസോഡിൽ എനിക്ക് ഇനിയും ചോദിക്കാനുള്ളത്, ഈ മുല്ലപ്പെരിയാറിൽ പലതരത്തിലുള്ള ആശങ്കകളും ചർച്ചകളും ഒക്കെ ഒരു വഴിക്ക് നിൽക്കുമ്പോൾ തന്നെ എന്താണ് പരിഹാരം? ഇനി എന്ത്? മുല്ലപ്പെരിയാറിൽ ഇനി എന്ത് എന്നൊരു ചോദ്യം കൂടി പ്രസക്തമല്ലേ? ആളുകൾ ഇപ്പോഴും ചോദിക്കുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്നാണ്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് ചോദിക്കേണ്ടത്, മുല്ലപ്പെരിയാർ പൊട്ടുമോ പൊട്ടാതിരിക്കുകയോ അവിടെ നിൽക്കട്ടെ, മുല്ലപ്പെരിയാറിൽ ഇനി എന്താണ് വേണ്ടത്? മുല്ലപ്പെരിയാറിൽ ഇനി എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ: പുതിയ ഡാം പണിയുക എന്നുള്ളത്. ഇവിടെ മുല്ലപ്പെരിയാറിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? അത് ഗ്രൗട്ടിംഗ് നടത്തി ആ ഡാമിനെ വീണ്ടും ബലപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം സിമ്പിളാണ്: കഴിയില്ല. ഇനി അങ്ങനെ നമുക്കൊരു ഡാമിനെ അനന്തകാലത്തോളം ബലപ്പെടുത്തി അതിനെ മെയിൻ്റനൻസ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ആ ഡാമിലുള്ള സുർക്കിയുടെ ഇപ്പോൾ നേരത്തെ പണ്ട് വന്നിരുന്ന റിപ്പോർട്ടെന്ന് പറയുന്നത് 60% സുർക്കി ഒലിച്ചുപോയി. ഇപ്പോൾ പറയുന്നത് 80% സുർക്കി ഒലിച്ചു പോയിട്ടുണ്ട്. ഇതെല്ലാം ഓരോ കണക്കുകളാണ്. ഓരോ വിദഗ്ധ സമിതി അവിടെ വന്ന് പരിശോധിച്ചിട്ട് അവർ പ്രസിദ്ധീകരിക്കുന്ന കണക്ക് വെച്ചാണ് പറയുന്നത്. അപ്പോൾ 80% സുർക്കി ഒലിച്ചുപോയി. അവിടെ 550 ടൺ സിമൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗട്ടിംഗ് നടത്തി. ആ ഒലിച്ചു പോയതിന് പകരമായിട്ട് ഗ്രൗട്ടിംഗ് നടത്തി. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അതിൽ ബൈൻഡ് ചെയ്തിരുന്ന ഇതിനെയൊക്കെ ശക്തമായിട്ട് ഒരുമിച്ച് പിടിച്ച് നിർത്തിയിരുന്ന സുർക്കി മുഴുവൻ ഒലിച്ചു പോവുകയും കാലാന്തരത്തിൽ ഒലിച്ചു പോവുകയും അതിൽ ആ വിടവിലെല്ലാം നമ്മുടെ സിമൻറ്റ് ഗ്രൗട്ട് വന്ന് നിറയും. ആ കംപ്ലീറ്റ് വിടവുകൾ അങ്ങനെ പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയല്ല. കാരണം അങ്ങനെ ഗ്രൗട്ടിംഗ് നടത്തിയ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1924 ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്. അത് നമ്മൾ 99 വെള്ളപ്പൊക്കം എന്ന് പഴമക്കാർ പറയും. ആ 99 വെള്ളപ്പൊക്കം അത് കൊല്ലവർഷത്തിനെ കണക്കാക്കിയിട്ടാണ് 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ആ 1924 അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. മൂന്നാർ ടൗൺ മുഴുവൻ ഒലിച്ചുപോയി. അവിടെ പണ്ട് റെയിൽവേ ലൈനൊക്കെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇട്ട റെയിൽവേ ലൈനും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്റ്റേഷനും റെയിൽവേ ലൈനും അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറികളും പിന്നീട് മരത്തിൻ്റെ ഫാക്ടറികളും ഒക്കെ ഒലിച്ച് താഴോട്ട് പോയി. അതിൽ ആ കാലഘട്ടത്തിൽ ആൾക്കാർ പറഞ്ഞത് ആലുവ പെരിയാറിലൂടെ ആനകൾ ഒലിച്ചു പോയി എന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇൻസിഡൻ്റ് ഉണ്ടായതിനു ശേഷം 1928 ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ആ ഡാം പരിശോധിച്ചു. ഇന്ത്യൻ എഞ്ചിനീയർമാരല്ല, ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ. അവർ ഉണ്ടാക്കി ഡാം കൺസ്ട്രക്ട് ചെയ്തതും ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറാണ്. അത് അങ്ങനെ പരിശോധിച്ചപ്പോൾ അവർ കൊടുത്ത റിപ്പോർട്ട്, അതായത് മദ്രാസ് ഗവൺമെൻറ്റിന് അവിടുത്തെ ബ്രിട്ടീഷ് ചീഫ് എഞ്ചിനീയർ കൊടുത്ത റിപ്പോർട്ട്, ഇതിലെ 30% സുർക്കി ഒലിച്ചു പോയിട്ടുണ്ട്. ഡാം കൺസ്ട്രക്ട് ചെയ്ത് കമ്മീഷൻ ചെയ്തിട്ട് ഏകദേശം 30 വർഷമാകുന്ന ഒരു സമയത്താണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. 30%-ലേറെ സുർക്കി ഒലിച്ചു പോയിട്ടുണ്ട്. ഈ ഡാം ബലക്ഷയത്തിലാണ് എന്ന് പറഞ്ഞിട്ട് 1931 അവിടുത്തെ ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അവിടുത്തെ ബ്രിട്ടീഷ് ചീഫ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കൂടെ ഒരു പ്രപ്പോസൽ കൊടുത്തു, ഇതിനെ ഗ്രൗട്ടിംഗ് നടത്തി ബലപ്പെടുത്തണം. അന്ന് ഏകദേശം 50 ടൺ സിമൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗട്ടിംഗ് നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം, ആ ഏരിയയിലെ വെള്ളപ്പൊക്കം റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 1943. 43 ഇതേപോലെ വിദഗ്ധ സമിതി, അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ബ്രിട്ടീഷുകാരുടെ വിദഗ്ധ സമിതി പരിശോധിച്ചിട്ട് ഡാമിൻ്റെ ബലക്ഷയം കൂടി വരികയാണ് എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1961 വീണ്ടും മൂന്നാമത്തെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്, ഏറ്റവും വലിയ ഫ്ലഡ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇന്ത്യൻ ഗവൺമെൻറ്, കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ വളരെയധികം പിന്നീട് ഇൻട്രസ്റ്റ് എടുക്കുകയും ഈ ഡാമിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാനാകുമെന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി വിദഗ്ധ കമ്മിറ്റികളോട് അഭിപ്രായം ആരായുകയും ചെയ്തു.
ആ കാര്യങ്ങളിലോട്ട് വരുന്നതിന് മുൻപ് ജമേഷ് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയേണ്ടത്, ഇതിനെ ഇങ്ങനെ നിലനിർത്താനാകുമോ? നിലനിർത്താനാവില്ല. പ്രശ്നപരിഹാരം എന്താണ്? പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് 1980കളിൽ തന്നെ ഒരു പ്രപ്പോസൽ വെച്ചു നമ്മൾ. ഈ ഡാമിൻ്റെ താഴ്ഭാഗത്ത് പുതിയൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? അത് 2020കളായപ്പോൾ പുതിയൊരു പ്രപ്പോസൽ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചു. ഫ്രഷ് പ്രപ്പോസൽ സർക്കാർ അതിൻ്റെ കോപ്പി തമിഴ്നാട് സർക്കാരിനും കൊടുത്തു, കേന്ദ്ര ജല കമ്മീഷനും കൊടുത്തു. ഇപ്പോൾ ഇരിക്കുന്ന ഡാമിൻ്റെ താഴ്ഭാഗത്ത് 1300 അടി താഴ്ഭാഗത്ത് പുതിയൊരു കോൺക്രീറ്റ് ഡാം കൺസ്ട്രക്ട് ചെയ്യുക. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്താൽ ഈ ഡാമിൻ്റെ ബലക്ഷയം, ഇത് ഡാം കൊണ്ടുണ്ടാകുന്ന ഒരു ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. 100% സാധിക്കും. തമിഴ്നാടിന് വെള്ളം ലഭിക്കുകയും ചെയ്യും. അതിനൊപ്പം തന്നെ നമ്മുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ശ്രീധരൻ സാറ് കൊടുത്ത ഒരു പ്രപ്പോസലാണ് ഈ ഡാമിൻ്റെ അടിയിൽ ടണൽ നിർമ്മിക്കുക. ഡാമിൻ്റെ മറ്റൊരു ഭാഗത്ത് ടണൽ നിർമ്മിച്ച് മഴ കൂടുതൽ വരുന്ന, ഒഴുക്ക് കൂടുതൽ വരുന്ന സമയത്ത് ആ ടണലിൽ കൂടി വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ഡാമിനകത്ത് കൂടുതൽ വെള്ളം വന്ന് ചേർന്നാലും പെട്ടെന്ന് ജലനിരപ്പ് ഉയരാതിരിക്കാൻ സഹായിക്കും. അങ്ങനെ കൊണ്ടുപോകുന്ന ആ വെള്ളം തമിഴ്നാടിന് കൃഷിക്കോ അല്ലെങ്കിൽ ഒരു ജലവൈദ്യുത പദ്ധതി, അതിൽ നിന്നും ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഉൽപ്പാദിപ്പിക്കാനോ എടുക്കട്ടെ. പക്ഷേ അപ്പോഴും അപകട സാധ്യത കുറഞ്ഞിരിക്കില്ലേ? അതായത് ഒരു ടണൽ മാത്രമല്ല, 1, 2, 3 ടണൽ നിർമ്മിച്ചാൽ ഇപ്പോഴേ തമിഴ്നാടിപ്പോൾ വെള്ളം കൊണ്ടുപോകുന്നത് പോലെ പൈപ്പിലൂടെ വളരെ വ്യാസമുള്ള പൈപ്പിലൂടെ വെള്ളം തമിഴ്നാട് ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതിവൃഷ്ടി ആ ഭാഗത്തുണ്ടാവുമ്പോൾ, ഇതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ ഉണ്ടാവുമ്പോൾ, ഇതിലേക്ക് വളരെ കൂടുതൽ വെള്ളം ഒഴുകിയെത്തുമ്പോൾ ആ വെള്ളത്തിന് ഈ പറയുന്ന പൈപ്പുകൾ വഴി വീണ്ടും തമിഴ്നാട് ഭാഗത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. ആ സമയത്ത് മാത്രം ഇത് ഓപ്പറേറ്റ് ചെയ്താൽ മതി. അല്ലാത്ത സമയം പണ്ട് ഏത് പൈപ്പിൽ കൂടെയാണോ അല്ലെങ്കിൽ ഏത് ടണലിൽ കൂടെയാണോ അവർ വെള്ളം പുറത്തേക്ക് നിലവിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അത് കണ്ടിന്യൂ ചെയ്യുക. ഒരു വലിയൊരു ഫ്ലഡ് വരുമ്പോൾ പുതിയ ടണൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതൊരു മാർഗമാണ്. പക്ഷേ ഈ മാർഗം അവിടെ നിൽക്കുമ്പോൾ തന്നെ നിലവിൽ അവിടെ വെള്ളത്തിനെ തടഞ്ഞു നിർത്തുന്ന ഈ ഡാം ഇനി എത്ര കാലം മുന്നോട്ട് പോകും എന്നൊരു ചോദ്യം കൂടെയുണ്ട്. ഇതിനൊരു ഉത്തരമേ ഉള്ളൂ: ഡാം പുനർനിർമ്മിക്കുക. ടണൽ നിർമ്മിക്കുന്നതും ഒരളവിൽ നമ്മുടെ അപകട സാധ്യത കുറയ്ക്കും. പക്ഷേ ഈ ടണൽ നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയൊരു ഡാം നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ഭാവി എന്താകുമെന്ന് നമുക്ക് വിവരിക്കാൻ സാധിക്കില്ല. ഓക്കെ, നമുക്കിനി ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, പ്രേക്ഷകർക്ക് എന്തായാലും സംശയമുണ്ടാകും സാർ. പൊട്ടിക്കഴിഞ്ഞാൽ, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. അതിൻ്റെ നിജസ്ഥിതിയൊക്കെ, ഞാൻ പറയുന്നതിൻ്റെ നിജസ്ഥിതിയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്കം 2018 വെള്ളപ്പൊക്കം മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കുറേ ഡാമുകൾ ഒരേ സമയത്ത് തന്നെ തുറന്നു വിട്ടതിൻ്റെ അനന്തരഫലമാണ്. ആ അനന്തരഫലം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിച്ചു എന്ന അനന്തരഫലം നമ്മൾ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞു. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ അതിലെ വെള്ളം മുഴുവൻ കുത്തി ഒലിച്ചു വരുന്നത് ഇടുക്കി ഡാമിലോട്ടാണ്. ഇടുക്കി ഡാമിന് അതിൻ്റെ പ്രഷർ താങ്ങാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ആ ദുരന്തത്തിൻ്റെ ഒരു ഒരു മോഡൽ സ്റ്റഡി നടത്തി അതിനെ നമുക്ക് എടുക്കാൻ കഴിയും. പക്ഷെ നടത്തിയാൽ പോലും നമ്മൾ കണ്ടുപിടിക്കുന്ന എന്തായിരിക്കും? ഇടുക്കിയിലെ ആർച്ച് ഡാമിന് പോലും ഈ വരുന്ന വെള്ളത്തിൻ്റെ ഇത്രയും വരുന്ന വലിയ തോതിലുള്ള വെള്ളത്തിനെ, അത് വളരെ അതിശക്തമായിട്ട് ഒഴുകി വരുന്ന വെള്ളത്തിനെ പിടിച്ചു നിർത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ലെന്നേ പറയാനൊക്കെയുള്ളൂ. കാരണം ഈ ഡാം നിൽക്കുന്നത് ഏകദേശം 800-900 മീറ്റർ മുകളിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 800-900 മീറ്ററോളം മുകളിലാണ് മുല്ലപ്പെരിയാർ ഡാം.
അതിൻ്റെ താഴ്ഭാഗത്തുള്ളൊരു ഡാമാണ് ഇടുക്കി ആർച്ച് ഡാം. അപ്പോൾ വെള്ളം പൊട്ടി ഒഴുകി താഴോട്ട് വരുമ്പോൾ ഈ വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. കാരണം താഴോട്ട് ഗർത്തത്തിലോട്ട് പതിക്കുന്നത് പോലെയാണ്. ആ കല്ലും മണ്ണും വെള്ളവും എല്ലാം കൂടെ വന്നാൽ ഇടുക്കി ആർച്ച് ഡാമിന് അത് താങ്ങാൻ കഴിയില്ല. പിന്നെ ഉണ്ടാകുന്ന ദുരന്തം എങ്ങനെയായിരിക്കും? 3-4 ജില്ലകൾ വാഷ് ഓഫായി പോകും. അതിന് യാതൊരു സംശയമില്ല. അതിൽ ഒന്നും കാണില്ല, ഒന്നും അവശേഷം കുറേ ചെളിയുടെ മുകളിലായി ചെളി, ആ നമ്മുടെ ജില്ലകളെല്ലാം ചെളി കൊണ്ട് മൂടപ്പെടും, കവർ ചെയ്യും. എത്ര മരണം സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. 3 ലക്ഷം, ഒരു പഴയ റിപ്പോർട്ടിൽ 1978-79 ഒരു റിപ്പോർട്ട് എടുത്ത് വായിച്ചപ്പോൾ 3 ലക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇടുക്കി ഡാം കൂടെ നമ്മൾ കണക്കിലെടുത്താൽ 3 ജില്ലകൾ വാഷ് ഓഫായി പോകുമെന്നുള്ളതാണ് അവസാനം ഒരു പത്രത്തിൽ വന്ന റിപ്പോർട്ട്. നമ്മുടെ 3 ജില്ലകളായിരിക്കും സാർ, അത് 3-4 ജില്ലകളെ ബാധിക്കുന്നത്. ഇടുക്കി, അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം ഒഴുകി വരുന്ന എറണാകുളം ജില്ല, ഇടുക്കി ജില്ല, പിന്നെ സ്വല്പം ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ കടലിലോട്ട് വന്ന് ചേരുന്ന ഭാഗത്ത് ആലപ്പുഴയുടെ ഒരു പോർഷൻ, പിന്നെ തൃശ്ശൂർ ജില്ലയുടെ ഒരു പോർഷൻ. ശരി. ഇത് നമുക്ക് ഇങ്ങനെ, അത് മുകളിൽ നിന്നും പൊട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് 3 ഡയമെൻഷനിൽ ഒരിക്കൽ ടി വിയിൽ ഒരു പിന്നീട് സയൻസ് ക്യൂസിൻ്റെ ഭാഗമായിട്ട് കാണിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. അത് പൊട്ടിയാൽ കേരളത്തിൻ്റെ ഏതെല്ലാം ജില്ലകൾ വാഷ് ഓഫായി പോകുമെന്ന് ഒരു 3Dയിൽ ഒരു മോഡൽ, ഒരു സ്റ്റിമുലേഷൻ നടത്തിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അത് പ്രക്ഷേപണം ചെയ്തത്. അപ്പോൾ അത് വച്ചിട്ട് പറയാൻ കഴിയും ഇത് അതീവ ഗുരുതരമായിരിക്കും എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഓക്കെ, എന്തായാലും നന്ദി സാർ. നമുക്കിനി എന്തായാലും മുല്ലപ്പെരിയാറിൻ്റെ ഒരു ചരിത്രം കൂടി അറിയാനുണ്ട്. അതൊരു അടുത്ത എപ്പിസോഡായിട്ട് ടെലികാസ്റ്റ് ചെയ്യാം.